പ്രിയപ്പെട്ടവരെ, ഏറെ ദീർഘമായി പോയ ഒരു അനുസ്മരണമാണ്. എം ടിയെ പറ്റി ആർക്കൊക്കെ എത്ര പറഞ്ഞാലും തീരാത്ത പൊഴിയാത്ത വാക്കിൻ്റെയും ഓർമ്മകളുടെയും ഒരു ഖനി, ഒരു പുഴ, അതിൻ്റെ സമൃദ്ധി, അതിൻ്റെ വിസ്തൃതി, അതങ്ങനെ അനന്തമായിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ ദീർഘമായ ഈ അനുസ്മരണ ദിവസം സാഹിത്യ അക്കാദമി ഇത്രയും ഔചിത്യത്തോടുകൂടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ എം ടിയുടെ സാഹിത്യത്തെപ്പറ്റിയും അതിൻ്റെ ഭാഷാശുദ്ധി, ഭാവം, അതൊന്നും പറയാനുള്ള സമയമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നന്ദിയിലേക്ക് വരാനൊരു പ്രവേശിക എന്നതുപോലെ ഒന്നോ രണ്ടോ ഓർമ്മകൾ, അനവധി ഓർമ്മകളുണ്ട്. ഓർമ്മകളുടെ പ്രവാഹമുണ്ട്. വ്യക്തിപരമായും സാഹിത്യമായിട്ടും വായിച്ചും ഒക്കെ തുടങ്ങിയ 4ലോ 5ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് മഞ്ഞും കാലവും ഒക്കെ കയ്യെ കിട്ടുന്നത്. അന്ന് ഈ എഴുത്തുകാരൻ എവിടെയോ ആണ്, ദൂരെയാണ്. അതിൽ നിന്ന് 3.5 പതിറ്റാണ്ടോളം വളരെ അടുത്ത് പെരുമാറാൻ, ഇടപഴകാൻ, ദീർഘമായി സംസാരിക്കാൻ, ഒപ്പം യാത്ര ചെയ്യാൻ, ഇരിക്കാൻ ഒക്കെ സാധിച്ച ഒരു അപൂർവത എൻ്റെ ചെറിയ എഴുത്ത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വരദാനമാണ്. തീർച്ചയായിട്ടും 3.5 പതിറ്റാണ്ട് മുമ്പ് എൻ്റെ ആദ്യത്തെ പ്രകാശനം, എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഏതൊരു എഴുത്തുകാരനും അന്ന് ആഗ്രഹിക്കും. എം ടി പ്രകാശനം ചെയ്യുക, എം ടിയാൽ പ്രകാശിതമാകുക എന്നതൊക്കെ ഒരു മോഹമാണ്, ഒരു സ്വപ്നമാണ്. ഇങ്ങനെ വിറകൊണ്ടൊരു മോഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആദ്യം പോയി ചെന്ന നിമിഷം, ആ പുസ്തകം മുൻപിൽ വെച്ച നിമിഷം, ഇരിക്കൂ എന്ന് പറഞ്ഞ ആദ്യം കേട്ട വാക്ക്, അതൊരു സമഭാവനയാണ്. കടന്നു വരുന്ന ഏറ്റവും പുതിയ തലമുറയോട്, പുതിയ എഴുത്തുകാരോടൊക്കെ തനിക്കൊപ്പം ഇരിക്കാൻ അനുവദിക്കുന്ന ഒരു സൗമനസ്യം, ഒരു ജനാധിപത്യ ബോധം എം ടിയിൽ അവരൊറ്റ വാക്കിയിലുണ്ട്. പുസ്തകം മറിച്ചു നോക്കുന്നു, ഞാൻ പറയാമെന്ന് പറയുന്നു 2 വാക്ക്. ഈ 2 വാക്കിനിടയിൽ നിന്നാണ് മണിക്കൂറുകളോളം അടുത്തിരുന്ന് സംസാരിക്കാനും നാട്ടിലെ ഒരു ബന്ധുവിനോടെന്ന പോലെ ഒരു കർഷക മനസ്സിൻ്റെ ശുദ്ധിയും നൈർമല്യവുമുള്ള ഒരു പ്രിയപ്പെട്ട കാർന്നവരോടെന്ന പോലെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ചു തന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരാളെ കണ്ടാൽ ഒരു നോട്ടത്തിൽ, ഒരു വാക്കിൽ, ചുരുക്കത്തലപ്പ് കൊണ്ട് തലകീയെന്ന ചായകരുടെ ഭാഷ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുരികത്തലപ്പ് കൊണ്ടും ഒരു സംഘത്തെ, ഒരു സ്ഥാപനത്തെ, തൻ്റെ കൂടെയുള്ളവരെ നയിക്കാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. ഒറ്റ ചലനം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള, ആക്കത്തൂക്കം ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി. അപ്പോൾ ആരെ, എവിടെ, എങ്ങനെ നിർത്തണമെന്ന് കൃത്യമായ ധാരണ എം ടിക്കുണ്ട്. അത് സിനിമയിലാകട്ടെ, സാഹിത്യത്തിലാകട്ടെ, അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകളില്ല. നേരത്തെ പറഞ്ഞ പോലെ പത്രാധിപരായിട്ട്, എഴുത്തുകാരനായിട്ട്, പ്രഭാഷകനായിട്ട്, സഞ്ചാരിയായിട്ട്, അങ്ങനെ എല്ലാ തലങ്ങളിലും അദ്ദേഹം വ്യാപരിച്ചിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ വേണ്ടിയിടത്ത് വേണ്ട പോലെ നിർത്താനും പറയാനും, ചിലപ്പോൾ മൗനം കൊണ്ട് തൻ്റെ പ്രതികരണം അറിയിക്കാനുമൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള സവിശേഷമായ ഒരു വൈദഗ്ധ്യം. ഞാനൊരു സന്ദർഭം മാത്രം പറയട്ടെ. അദ്ദേഹവുമായിട്ട് 2-3 മണിക്കൂറോളം ഇരുന്ന് ദേശാഭിമാനിയുടെ ഒരു ഓണപ്പതിപ്പിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയൊരു അഭിമുഖം, എം ടിയുടെ സകല എഴുത്തിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള ജീവിതത്തെപ്പറ്റിയൊക്കെ സവിസ്തരം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നല്ല തിരക്കിലാണ്, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലെ ഒരാൾ വിചാരിക്കുക ഈ അഭിമുഖം നടക്കലുണ്ടാവില്ല, എം ടി തിരിച്ചു വിളിക്കുകയോ, അതാണ് നമുക്കൊരു ആശങ്ക. എം ടി തിരിച്ചു വിളിച്ചുകൊണ്ട് നമുക്കൊരു ഡേറ്റ് കിട്ടുമോ? പക്ഷെ അദ്ദേഹം വിളിക്കുന്നു, വരേണ്ട സമയം, വരേണ്ട ദിവസം ഒക്കെ പറയുന്നു. നമ്മളവിടെ ചെല്ലുന്നു, സംസാരിക്കുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ എൻ്റെ മറ്റു വശങ്ങളാണ്. വളരെ സ്വകാര്യമായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എൻ്റെ റെക്കോർഡർ, ടൈപ്പ് റെക്കോർഡർ ഇടയ്ക്ക് വെച്ച് ഓഫാവുന്നു, യന്ത്രം പിഴയ്ക്കുന്നു. ഇദ്ദേഹം ഇതറിയാതെ സംസാരം തുടരുകയാണ്. ഞാനാകെ വല്ലാതെ, ആ അവസ്ഥയെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ഇത് നാളെ എങ്ങനെ എഴുതുക? ഇദ്ദേഹം പറയാത്തൊരു വാക്കുകൾ എങ്ങനെ എഴുതുക? അവസാനം പറഞ്ഞില്ല, പതുക്കെ സൂചിപ്പിച്ചു. അതുകൊണ്ട് അതിങ്ങനെ ഇദ്ദേഹം നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അവസ്ഥയിൽ ഞാൻ വളരെ പാനിക്കായിപ്പോയി. ഇതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാത്ത ഞാൻ ഈ മനുഷ്യൻ്റെ മുമ്പിലായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയമാണ് നമുക്ക് മുമ്പിൽ തരുന്നത്. ആ സമയമാണ് ഇങ്ങനെ വെറുതെ ദുർവ്യയം ചെയ്യപ്പെട്ടത്. ഒരു 10-20 മിനിറ്റോളം യന്ത്രം പ്രവർത്തിച്ചിട്ടില്ല. ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിഷ്ഫലമായി, പറഞ്ഞ ഉത്തരങ്ങളൊക്കെ നിഷ്ഫലമായി, വായുവിൽ വാക്കുകൾ പോയി. അപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് 2-3 ബീഡി എടുത്തു, വലിച്ചു. ഞങ്ങളുടെ കൂടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. നീ എൻ്റെ ബീഡിയെ പറ്റി ഫോട്ടോ എടുത്തോ? അത്ര എന്താ പറയുക, എം ടിയെ കാണാത്തൊരു മുഖം. കാരണം നമ്മളെ അങ്ങ് പിന്നെ ആ ഇൻ്റർവ്യൂവിലേക്ക്, അഭിമുഖത്തിലേക്ക്, സംസാരത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത എം ടിയുടേതായി മാറുകയാണ്.
ഞാനതിൽ നിന്ന് പോയി, എൻ്റെ കൺട്രോൾ പോയി. കാരണം അരമണിക്കൂറോളൊക്കെ സംസാരിച്ച സംഭവം ഇനി രണ്ടാമത് അത് ചോദിക്കേണ്ട വളരെ കൃത്യമായ ചോദ്യമാണെന്ന് ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് MT. അതാണ് MT. പലരും പറഞ്ഞല്ലോ എത്ര ഉദാരതയോടുകൂടിയാണ്. ഇന്നത്തെ 4 കഥ എഴുതുന്നൊരു ചെറുപ്പക്കാരൻ പോലും പുതിയൊരു തലമുറയുടെ ആളുകളോട് ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് വിശ്വാസമില്ല. സോഷ്യൽ മീഡിയയിൽ അലക്കി വെളുപ്പിക്കുന്ന വിഴുപ്പുകളും ഭാണ്ഡങ്ങളും വികൃതി ഒക്കെ കേട്ടാൽ ഇവരൊക്കെ ഏതോ ഉന്നതമായിട്ടുള്ള മറ്റേതോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അനവധി മാനുഷികമായ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെയുള്ളൊരു MTയെ എനിക്കറിയാം. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ 10-35 വർഷം മുമ്പ് ഈ തൃശ്ശൂരിൽ നടന്ന ഇവരൊക്കെ ഉണ്ട്, രാവുണ്ണിയുണ്ട്, അശോകനുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ടെന്ന്. അന്ന് MT പോകുമ്പോൾ വളരെ ഭദ്രമായിട്ട് പൊതിഞ്ഞൊരു കവർ കൊടുത്തു. വന്നു പോകണ്ടേ, യാത്ര ചെലവ് വേണ്ടേ, പെട്രോള് നമ്മുടെ വഴിക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. അന്ന് അദ്ദേഹം ആരുമല്ല, ഔദ്യോഗികമായ പദവികളൊന്നുമില്ല. ആ കവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ വൈശാലിയുടെ ഒരു പരിപാടി കഴിഞ്ഞ് പോകുന്ന വഴിയാണ്, ഇത് മേടിക്കട്ടെ. അത്രയും ഉദാരമായിട്ടുള്ള എഴുത്തുകാരോടുള്ള സമീപനം. അത് പലരും പറയില്ല എന്ന് മാത്രമല്ല ഓർക്കില്ല. നന്ദികേടിൻ്റെ ഈ കാലത്ത്, വ്യാജസ്തുതികളുടെ ഈ കാലത്ത് MT എന്ന 2 അക്ഷരം ഭാഷയുടെയും പ്രകൃതിയുടെയും ഇരുകരകളെ തലോടി ഒഴുകുന്നൊരു പുഴ പോലെ ഞാൻ മനസ്സുകൊണ്ട് പറയും, MT ഇനി മറ്റൊരു പുഴയുടെ പേരാവും മലയാളിയെ സംബന്ധിച്ച്.